അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കി വച്ചിരിക്കേണ്ട ഒരു വിഷയം, മരണവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നാം ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജനനം ഉറപ്പായിട്ടുണ്ടെങ്കിൽ മരണവും ഉറപ്പാണ്, ആ കാര്യത്തിൽ സംശയമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും, മനുഷ്യരും മനുഷ്യരല്ലാത്ത ജീവികളും എല്ലാത്തിനും ഒരു പര്യവസാനമുണ്ട്. എല്ലാ ശരീരവും മരണത്തെ ഒന്ന് രുചി നോക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാതിൽ മൗത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കലിനെ നിങ്ങൾ അധികരിപ്പിക്കുക. മരണമെന്നത് നമ്മിലേക്ക് വന്നെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് ശാശ്വതമായ ഒരു ലോകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇത് വെറും വളരെ 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 തുച്ഛമായ ഒരു സമയം മാത്രമാണ്. അറ്റമില്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ നശ്വരമായ ലോകത്ത് നമ്മൾ എന്തൊക്കെയോ സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കലിനെ അധികരിപ്പിക്കണമെന്ന് മഹാനായ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങൾ അത് എത്രയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സുഖസന്തോഷത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് എല്ലാ നിലക്കും സുഖവും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഹൈറാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ തുച്ഛമായി ഈ ലോകത്ത് തന്നെ ഇത്രമാത്രം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിൽ വരാൻ പോകുന്ന ലോകത്ത് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് അല്ലാഹു തആല അവിടെ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഒരിക്കലും തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അതിനപ്പുറമുള്ള സുഖ സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല അതൊക്കെ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാതിൽ മൗത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കലിൽ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിക്കാത്ത ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ആഡംബരത്തോടുകൂടെ അല്ലാഹു തആല അനുവദിക്കാത്ത പലതും ചെയ്തുകൊണ്ട് ഇവിടെ സുഖിച്ച് നടക്കുന്ന, സുഖ സൗകര്യങ്ങളോടുകൂടെ നടക്കുന്ന ആ ആളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അവരുടെ എല്ലാവിധ ആ സുഖ സൗകര്യങ്ങളും മുറിഞ്ഞു പോകുന്ന ഒരു ദിവസം നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ളതായ ജീവിതം നിങ്ങൾ ജീവിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. അതല്ലാതെ ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് ഇവിടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് വരാൻ പോകുന്ന ലോകത്ത് അവനെ സംബന്ധിച്ച് അവൻക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടെ തിന്മയിലായിക്കൊണ്ട് തിന്മയുടെ വക്താവായിക്കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് അവൻ ഒരിക്കലും തന്നെ മറന്നുകൊണ്ട് പടച്ചറബിനെ മറന്നുകൊണ്ടുള്ളതായ ജീവിതം ഒരിക്കലും തന്നെ ജീവിക്കാൻ പാടില്ല. കാരണം മരണം എന്ന ഒരു പ്രതിഭാസം നിങ്ങളെ പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനും നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ സുഖ സൗകര്യങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അല്ലാഹു തആല അങ്ങനെ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് അത് അറിയുമെന്നോ ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസം ഉണ്ടാകില്ല. അങ്ങനെ പ്രയാസം വന്നാൽ എന്ത് ചെയ്യുക, ഡോക്ടറുമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചിമ്മിക്കൊടുക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. അധികവും കണ്ണ് തുറന്നിട്ടാണ് അല്ലെങ്കിൽ മേപ്പോട്ട് നോക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ മരണപ്പെടുക ഉണ്ടാവുക. അപ്പോൾ കണ്ണ് ചിമ്മിക്കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി ചെയ്യേണ്ടത്, താടി ഒരു വീതിയുള്ള ഒരു തുണി കഷ്ണം കൊണ്ട്
താടിയെല്ലാം തലയിലേക്ക് പിന്നെ കെട്ടുന്ന രൂപത്തിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. വായൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലാതിരിക്കാനും, അതുപോലെ തന്നെ പിന്നെ വായ തുറക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലേക്ക് പ്രാണികളൊക്കെ കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, താടി ഒന്ന് തലയിലേക്കൊന്ന് ചുറ്റിക്കെട്ടുന്ന രൂപത്തിലേക്ക് ഒന്ന് കെട്ടുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, കയ്യിൻ്റെ വിരലുകൾ, അതുപോലെ തന്നെ കാല്, ഇതുപോലെ തന്നെ കയ്യിൻ്റെ എല്ലുകൾ, ഇങ്ങനെ കെണുപ്പുകളൊക്കെ ഒന്ന് മയമാക്കി കൊടുക്കുക. കുളിപ്പിക്കാനൊക്കെ ഒന്ന് എളുപ്പമാകും. അതുപോലെ തന്നെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ എല്ലാ ഭാഗത്തും വെള്ളം എത്താനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഒരാൾ മരിച്ച് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നതെങ്കിൽ, ഒരാൾ ഇരുന്നു കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ, പിന്നെ ആ ഒരു ഇരുത്തമായിരിക്കും, അത് നീർത്താനൊക്കെ പ്രയാസമാകും. അപ്പോൾ അത് മയ്യത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക, ചെയ്യേണ്ടത് കൈകാലുകളൊക്കെ ഒന്ന് മയമാക്കി കൊടുക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, തണ്ടൻ കൈ എന്ത് ചെയ്യുക, തോളം കൈയിലേക്കും, അതുപോലെ തന്നെ തണ്ടൻ കാല്, സാധാരണ മടക്കുന്ന രൂപം ഉണ്ടല്ലോ, കാല് മടക്കിയാൽ എങ്ങനെയാണ് ആ തണ്ടൻ കാല് തൊടയിലേക്കും, അപ്പോൾ മേലെയുള്ള തൊട വയറിലേക്കും എത്തുന്ന രൂപത്തിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ആ അടിയിലുള്ള കാൽഭാഗം ഒന്ന് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നിവർത്തുക. അതുപോലെ തന്നെ കാലിൻ്റെ ഈ തൊടഭാഗം എന്ത് ചെയ്യുക, വയറിലേക്ക് എത്തുന്ന രൂപത്തിൽ, അങ്ങനെ ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് ആ മയ്യത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും വിവാഹബന്ധം ഹറാമായ ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത്. മക്കൾ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭർത്താവ്, പുരുഷനെ സംബന്ധിച്ച് പുരുഷനും, സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീയും അടുത്ത കുടുംബക്കാരായിട്ടുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. പുറമെന്ന് ആളുകൾ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഈ പറഞ്ഞ ആളുകൾ ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കുണ്ടാകുന്ന ആ ഒരു ആത്മാർത്ഥത പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. ഉണ്ടാകും, എല്ലാവർക്കും ഇപ്പോൾ ഇഖ്ലാസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എങ്കിലും ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെയാണ്. മയ്യത്തുമായി ബന്ധപ്പെട്ട അടുത്ത കുടുംബക്കാരായ ആളുകളാണ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇനി അതല്ല, നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എങ്കിൽ അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുക. അവരെ അടുത്ത് നിർത്തുക, അല്ലെങ്കിൽ അവർ അപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിട്ട് അവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക, എന്നിട്ട് നമ്മൾ ചെയ്യുക. ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ലെങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ അല്ലെങ്കിൽ അയൽവാസിയോ, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് നാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് മയ്യത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ ഒരു നേരിയ തുണി എന്ന് പറയുമ്പോൾ ശരീരം കാണാത്ത രൂപത്തിലുള്ള ഒരു തുണി എന്ത് ചെയ്യുക, തലയുടെ ഭാഗം മുതൽ കാല് വരെ മൂടുന്ന രൂപത്തിലുള്ള ഒന്നായിട്ട് മൂടുന്ന രൂപത്തിൽ, അവിടെ ഇവിടെയും കാണാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രം ഒന്നായിട്ട് മൂടിക്കെട്ടുക എന്നുള്ളതാണ്. ആദ്യം ധരിച്ച വസ്ത്രം ഊരുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു നീളമുള്ള ഒരു തുണി മയ്യത്തിൻ്റെ മേലെ വിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ് മയ്യത്തിൻ്റെ വയറ്റത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു കനമുള്ള വസ്തു, എന്തെങ്കിലും സാധാരണ നമ്മളൊക്കെ വെക്കൽ ചാവി പോലത്തെ വസ്തു, എന്തെങ്കിലും ഇരുമ്പ് പോലത്തെ ചെറിയ എന്തെങ്കിലും ഒരു വസ്തു മെല്ലെ വയറ്റത്ത് വെക്കുക എന്നുള്ളതാണ്. മയ്യത്തിനെ കിടത്തേണ്ടത് ഖിബിലയിലേക്ക് നേരെ തിരിച്ചുകൊണ്ടാണ് കിടത്തേണ്ടത്. അത് മരണമാസന്നമായവനെയും അതുപോലെ തന്നെ മരിച്ച ഒരാളെയും കിടത്തേണ്ടത് രണ്ടും ഒരേ രൂപത്തിലാണ്. ഏറ്റവും നല്ല രൂപമുണ്ട്, സാധാരണ നമ്മളാരും ചെയ്യാറില്ല, എങ്കിലും നല്ല രൂപം അങ്ങനെയാണ്. അതൊരു പ്രയാസമായതുകൊണ്ടായിരിക്കും. മയ്യത്തിനെ ചെരിച്ച് കിടത്തുക, ഖിബിലയിലേക്ക് നേരെ ചെരിച്ച് കിടത്തുക. അപ്പോൾ ചെരിച്ച് കിടത്തുമ്പോൾ വലത് കൈ താഴ് ഭാഗത്ത് വരുന്ന രൂപത്തിൽ, അപ്പോൾ ഖിബിലയിലേക്ക് നേരെ വലത് കൈ ആകണം. അപ്പോൾ ഒരേ രൂപത്തിലേ കിടത്താൻ പറ്റുള്ളൂ. വലത് കൈ താഴ് ഭാഗത്തും ഇടത് കൈ മേലെ വരുന്ന രൂപത്തിൽ മയ്യത്തിൻ്റെ മുഖവും വയറും ഒക്കെ മുൻഭാഗം ഖിബിലയിലേക്ക് നേരെ തിരിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, മയ്യത്തിനെ കിടത്തുക എന്നുള്ളതാണ്. ഖിബിലയിലേക്ക് നേരെ കിടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് മയ്യത്ത് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് തലയണ പോലത്തെ എന്തെങ്കിലുമൊക്കെ അപ്പുറപ്പുറമൊക്കെ വെച്ചിട്ട് നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് 1-ാം നമ്പർ. അത് രോഗിയാകട്ടെ മരിച്ച ആളാകട്ടെ ഇങ്ങനെ ഈ രൂപത്തിലാണ് കിടത്തേണ്ടത്. ഇനി അതിന് പ്രയാസമാണെങ്കിൽ കാലിൻ്റെ അടിഭാഗം ഖിബിലയിലേക്ക് നേരെ വരുന്ന രൂപത്തിൽ, ഖിബിലൻ്റെ മുൻഭാഗത്ത് കാലിൻ്റെ അടിഭാഗവും തല ഏകദേശം കിഴക്ക് ഭാഗത്ത് വരുന്ന രൂപത്തിൽ, ഏകദേശം പടിഞ്ഞാറ് ഭാഗത്താണല്ലോ ഖിബില വരുന്നത്. നമ്മളെ കേരളത്തിൽക്കാരെ സംബന്ധിച്ച് ഏറ്റവും പടിഞ്ഞാറ് ഭാഗം ക്ലിയർ അല്ലെങ്കിലും കൃത്യമല്ലെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാലും കിഴക്ക് ഭാഗത്തേക്ക് തലയും വരുന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെ കിടത്തുക. അപ്പോൾ കിടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു തലയണ വെച്ചത് കൊണ്ട് എന്ത് ചെയ്യുക, അല്പം ഒന്ന് ഉയർത്തി കൊടുക്കുക.
അപ്പോൾ പിന്നെ മുഖവും കാലിൻ്റെ കാലിൻ്റെ അടിയിലുള്ള വയറുഭാഗം, പള്ളഭാഗം എന്ന് പറയുമല്ലോ, വെളുത്ത ആ പ്രതലം, അത് ഖിബിലയിലേക്ക് നേരെ തിരിയുന്ന രൂപത്തിൽ കിടത്തുക. ഇങ്ങനെയാണ് മയ്യത്തിനെ കിടത്തേണ്ടത്. തലഭാഗം ഖിബിലയിലേക്ക് നേരെ വരുന്ന രൂപത്തിലല്ല, തല ഖിബിലയിലേക്കും അതുപോലെ തന്നെ കാലുകൾ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന ആ രൂപത്തിലല്ല, നേരെ തിരിച്ചാണ് വെക്കേണ്ടത്. കാല് ഭാഗമാണ് ഖിബിലയിലേക്ക് നേരെ വരുന്ന രൂപത്തിൽ കിടത്തേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്ത് ചെയ്യുക, കിടത്തുക. ഇതല്ലാത്ത രൂപത്തിൽ നമ്മളെ വീട്ടിലൊക്കെ ഏകദേശം സൗകര്യം ഉണ്ടാവും. അപ്പോൾ സൗകര്യമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക, മയ്യത്തിന് കിടത്തുക. അങ്ങനൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ചെരിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കിടത്തുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ആളുകൾക്ക് വരാനും പോകാനൊക്കെ പറ്റിയ ഒരു സൗകര്യം, അങ്ങനെയല്ല, ഈ ഒരു സുന്നത്ത് നമ്മൾ പാലിക്കുക. ആളുകൾക്ക് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. മയ്യത്തിന് ഒരു കട്ടിൽ പോലത്തെ സാധാരണ ഇപ്പോൾ ഓരോ മഹൽ കമ്മിറ്റിയിലൊക്കെ പള്ളിയിൽ തന്നെ എന്തുണ്ടാവും, മയ്യത്തിന് കിടത്താനുള്ള കട്ടിലൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും കട്ടിലിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക, മയ്യത്തിന് വെക്കുക എന്നുള്ളതാണ്. ഉയരമുള്ള സ്ഥലത്ത് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മഹ്റമീങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വിവാഹബന്ധം ഹറാമായ വളരെ പ്രധാനപ്പെട്ട അടുത്ത ബന്ധുക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കണ്ണ് ചിമ്മിക്കൊടുക്കുക, ഒന്നാമത് പറഞ്ഞത് കണ്ണ് ചിമ്മിക്കൊടുക്കുക. അതുപോലെ തന്നെ താടിയല് എന്ത് ചെയ്യുക, ഒരു അല്പം വീതിയുള്ള ഒരു തുണിയുടെ കെട്ടാൻ പറ്റിയ രൂപത്തിലുള്ള ഒരു തുണി, കുറച്ച് അല്പം വീതിയുള്ളത് എടുക്കുക. താടി ഒന്ന് തലയിലേക്ക് വെച്ച് കെട്ടി കൊടുക്കുക. കൈകാലുകൾ എന്ത് ചെയ്യുക, ഒന്ന് അതിൻ്റെ കെണുപ്പുകളൊക്കെ ഒന്ന് മയമാക്കി മെല്ലെ സോഫ്റ്റായിട്ട് എന്ത് ചെയ്യുക, മയമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പറഞ്ഞത് മയ്യത്ത് ധരിച്ചിരുന്ന വസ്ത്രം മാറ്റിയിട്ട് പുതിയൊരു വസ്ത്രം തലയും കാലും ഒന്നായിട്ട് മൂടുന്ന ഒരു തുണി പോലത്തത് കൊണ്ട് എന്ത് ചെയ്യുക, ഒന്നായിട്ട് മൂടുക. പറഞ്ഞത് വയറ്റത്ത് കനമുള്ള വല്ല വസ്തു, ചെറിയ എന്തെങ്കിലും ഒരു വസ്തു വെക്കുക. അതുപോലെ തന്നെ മയ്യത്തിൻ്റെ നേരെ ഖിബിലയിലേക്ക് നേരെ തിരിച്ച് കിടത്തുക. കട്ടിൽ പോലത്തിന്മേൽ മയ്യത്തിന് വെക്കുക. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിൻ്റെ യഥാർത്ഥ ഇബാദുകൾ ഇഷ്ടദാസന്മാർ എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ മരണപ്പെടാനുള്ള തൗഫീഖ് അർഹമുർ-റഹീമായ റഹ്മാനെ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ റാഹത്തോടുകൂടെ പൂർണ്ണ ഇഖ്ലാസിലായിക്കൊണ്ട്, ഹിദായത്തിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. മരണം ഹൈറാകുന്ന സമയത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൗത്തായവരെ നിന്റെ ഹബീബ് ഞങ്ങളുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ തിരുസവിധത്തിൽ സ്വർഗീയ ആരാമത്തിൽ വെച്ചുകൊണ്ട് ഒരുമിച്ച് കൂടാനും അവിടുത്തെ തിരുസവിധത്തിൽ നിന്നുകൊണ്ട് നിന്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം നീ തൗഫീഖ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഹുസ്നുൽ ഖാത്തിമ കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. സുഉൽ ഖാത്തിമയിൽ നീ പെടുത്തല്ല റഹ്മാനെ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.